യൂറോപ്പിൽ അടുത്ത വസന്തകാലം വന്നെത്തിയിരിക്കുകയാണ്. മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ ഇളം വെയിലിലേക്ക് വഴിമാറിയിരിക്കുന്നു. പൂത്തു തളിർത്തു നിൽക്കുന്ന വൃക്ഷങ്ങളും പൂക്കളുമൊക്കെയായി യൂറോപ്പ് വീണ്ടും സഞ്ചാരികളെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് അവസാനം മുതൽ മെയ് മാസത്തിന്റെ പകുതി വരെയാണ് യൂറോപ്പിലെ ടുലിപ്പ് സീസൺ. ഏപ്രിൽ പകുതിയോടെ ടുലിപ്പ് പാടങ്ങൾ വർണ്ണവസന്തം തീർക്കും. ഈ കാഴ്ച കാണാൻ പൂന്തോട്ടങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തും. ഇംഗ്ലണ്ടിലും നെതർലൻഡിലും ഇറ്റലിയിലും വസന്തകാലത്ത് ആദ്യം വിരിയുന്ന പൂക്കളാണ് ടുലിപ്പുകൾ. ഓറഞ്ച്, മഞ്ഞ, ആപ്രിക്കോട്ട്, വയലറ്റ്, ചുവപ്പ്, ചോക്ലേറ്റ്, ബ്രൗൺ എന്നീ നിറങ്ങളിൽ വിരിയുന്ന പൂക്കൾക്ക് ദൃശ്യചാരുത ഏറെയാണ്. 100-ലധികം ഇനങ്ങളിൽ 1.5 ദശലക്ഷത്തിലധികം ടുലിപ്പ് പൂക്കളാണ് ഇംഗ്ലണ്ടിലെ ടണ്ണേഴ്സ് ഹില്ലിൽ വിരിഞ്ഞത്. ഇറ്റലിയിലെ മിലാനിലെ ടുലിപ്പ് ഫാമുകളിലെത്തുന്ന സഞ്ചാരികൾ ഇഷ്ടപ്പെട്ട നിറത്തിലെ പൂക്കൾ സ്വന്തമാക്കിയാണ് മടങ്ങുന്നത്. This is a beautiful U-pick tulip field where people are picking tulips. They come here, they take their basket or their bucket, and we give a little explanation. The people are walking, picking their favorite tulip to take home and put in their face, and people are also making photos. അതിമനോഹരമാണ് നെതർലൻഡിലെ ടുലിപ്പ് സീസൺ. മെയ് പകുതി വരെ ആംസ്റ്റർഡാമിന്റെ പല ഭാഗങ്ങളും വർണ്ണക്കടലാകും. നഗരത്തിൽ നിന്ന് മാറി 85-ലധികം സ്ഥലങ്ങളിൽ ടുലിപ്പ് ഫെസ്റ്റിനോടനുബന്ധിച്ച് പുഷ്പ പ്രദർശനങ്ങൾ നടക്കും. യൂറോപ്പിലെ ഏറ്റവും പഴയതും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതുമായ ക്യൂക്കെൻഹോഫ് പൂന്തോട്ടമാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരിടം. ഗാർഡൻ ഓഫ് യൂറോപ്പ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ പ്രദർശനമാണ് ക്യൂക്കെൻഹോഫിലേത്. 7 ദശലക്ഷത്തിലധികം ടുലിപ്പ് പുഷ്പങ്ങളുമായി ക്യൂക്കെൻഹോഫ് ഗാർഡൻ ഇന്നും ജനപ്രിയതയുടെ തലപ്പൊക്കത്തിൽ നിൽക്കുന്നു. ഇവിടെ എത്തിയാൽ വേണമെങ്കിൽ പൂപ്പാടങ്ങൾക്ക് മീതെ ഒരു ഹെലികോപ്റ്റർ സവാരിയും നടത്താം. അല്പം തണുപ്പുള്ളതോ സൂര്യപ്രകാശം ലഭിക്കുന്നതോ ആയ സ്ഥലത്താണ് ടുലിപ്പ് ചെടികൾ ആരോഗ്യത്തോടെ വളരുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിച്ചാൽ പൂക്കളുടെ ഗുണവും മെച്ചപ്പെടും. ഇറ്റലിയിലെ പൂമാർക്കറ്റുകളിൽ ടുലിപ്പ് പൂക്കളുടെ വിത്തുകൾ സുലഭമാണ്. ഏതാണ്ട് 43 ദശലക്ഷം പൂക്കളാണ് ഇവിടെ വിരിയുന്നത്. 14 ദശലക്ഷത്തോളം പൂക്കൾ കയറ്റുമതിയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.